പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +1 ട്രയൽ അലോട്ട്മെന്റ് വന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം 2026 ട്രയൽ അലോട്ട്മെന്റ് അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. സാധ്യതാ ലിസ്റ്റ്. +1 ഏകജാലക പ്രവേശനത്തിൻ്റെ ട്രയൽ അലോട്ട്മെന്റ് 2026 ജൂൺ 8 രാവിലെ 10 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓൾറെഡി പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ HSCAP-ൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നതിലൂടെ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രയൽ റിസൾട്ട് എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് ട്രയൽ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ അപേക്ഷകർക്ക് വീടിനടുത്തുള്ള സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും നേടാവുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ച് ഏകജാലക പ്രവേശനത്തിന്റെ പ്രോസ്പെക്ടസിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. 2026 ജൂൺ 15 പ്രസിദ്ധീകരിക്കുന്ന ആദ്യ അലോട്ട്മെന്റ് സാധ്യതാ ലിസ്റ്റ് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ട്രയൽ റിസൾട്ട് പ്രകാരം ലഭിക്കുന്ന അലോട്ട്മെന്റ് ലെറ്റർ ഉപയോഗിച്ച് സ്കൂളിൽ പ്രവേശനം നേടാൻ ആവില്ല. ട്രയൽ അലോട്ട്മെന്റ് ഒരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ്. ഇതുകൊണ്ട് സ്കൂളിൽ പ്രവേശനം നേടാനാവില്ല. അതുപോലെ തന്നെ ജൂൺ 15 പ്രസിദ്ധീകരിക്കുന്ന ആദ്യ അലോട്ട്മെന്റ് ആണ് പ്രവേശനത്തിനായിട്ട് നേടുന്നത്. പ്രവേശനം നേടുന്നതിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് വരുന്നത് വരെ കാത്തിരിക്കണം. അതായത് ആദ്യ അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് കിട്ടിയാലാണ് പ്രവേശനം നേടേണ്ടത്. എന്നാൽ നിങ്ങളുടെ അപേക്ഷാ വിവരങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവ തിരുത്താനുള്ള അവസാന അവസരമാണ് ഈ ട്രയൽ അലോട്ട്മെന്റ്. കൂടാതെ ഈ ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ നേരത്തെ നൽകിയ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുകയോ പുതിയതായി കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ജൂൺ 10 വരെ 10 വൈകിട്ട് 5 മണി വരെ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ തിരുത്തുന്നതിനും പിഴവുകളൊക്കെ മാറ്റുന്നതിനും നിങ്ങൾക്ക് അവസരമുണ്ട്. WGPA-യും അപേക്ഷാ വിവരങ്ങളും പരിശോധിക്കണം. ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് എല്ലാ അപേക്ഷകരും നിർബന്ധമായും പരിശോധിക്കണം. അപേക്ഷാ വിവരങ്ങളും WGPA-യും കൃത്യമായി ഉറപ്പുവരുത്തണം. WGPA കാണിക്കുന്ന രീതി പ്രോസ്പെക്ടസിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. WGP എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റേജ് സിസ്റ്റമാണ്. ഈ വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പ്രവേശനം നൽകുന്നത്. തിരുത്താൻ കഴിയുന്ന വിവരങ്ങൾ. അപേക്ഷാ വിവരങ്ങൾ ഓപ്ഷനുകൾ ഉൾപ്പെടെ തിരുത്തലുകൾ ഇനിയും വരുത്താവുന്നതാണ്. അലോട്ട്മെന്റ് നിർണായകമായി സ്വാധീനിക്കുന്ന ജാതി സംവരണ വിവരങ്ങൾ, ബോണസ് പോയിന്റ് ലഭിക്കുന്നവ, വിവരങ്ങൾ, താമസിക്കുന്ന പഞ്ചായത്തിൻ്റെയും താലൂക്കിൻ്റെയും വിവരങ്ങൾ, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് പരിഗണിക്കുന്ന മറ്റ് പഠനേതര പ്രവർത്തനങ്ങളിലുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തണം. വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ പ്രവേശനം നിഷേധിക്കപ്പെടും. അതായത് നിങ്ങൾ തെറ്റായ വിവരങ്ങൾ മുഖേനയാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചതെങ്കിൽ ആ പ്രവേശനം റദ്ദു ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്താനുള്ള ഈ അവസാന അവസരം ഫലപ്രദമായി വിനിയോഗിക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വിവരങ്ങൾ അപേക്ഷകന്റെ പേരൊഴികെ മറ്റൊന്നും തന്നെ തിരുത്തുവാനോ മാറ്റം വരുത്തുവാനോ സാധിക്കില്ല. നിങ്ങൾ കാൻഡിഡേറ്റിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾ നൽകിയ വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ചില അപേക്ഷകളിൽ ജാതി, കാറ്റഗറി മുതലായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ചില പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. ഉദാഹരണമായി ഈരവ എന്ന ജാതി രേഖപ്പെടുത്തിയ ചില അപേക്ഷകൾ കാറ്റഗറി ETB എന്നതിന് പകരം ഹിന്ദു OBC എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം തെറ്റുകൾ തിരുത്തുവാൻ ഇത്തരം തെറ്റുകൾ തിരുത്താതിരുന്നാൽ അലോട്ട്മെന്റ് ലഭിച്ചാലും പ്രവേശനം ലഭിക്കില്ല. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതേപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈഴവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലാറ്റിൻ, കത്തോലിക്ക, ധീരമ, വിശ്വകർമ്മ, കുശവൻ, കുടുംബ എന്നീ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ ഇവയൊന്നും പ്രത്യേക കാറ്റഗറികളാണെന്ന് ഓരോ ജാതിയുടെയും കാറ്റഗറികൾ മനസ്സിലാക്കുന്നതിന് പ്രോസ്പെക്ടസിൻ്റെ അനുബന്ധം 2 നോക്കി, അതുപോലെ തന്നെ അനുബന്ധം 2 അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് OECയിലെ OEC പട്ടികവർഗം 13 വിഭാഗക്കാരും OEC പട്ടികജാതി 7 വിഭാഗക്കാരും മാത്രമേ OECയുടെ ചെക്ക് ബോക്സിൽ മാർക്ക് ചെയ്യാവൂ. റാങ്ക് പരിശോധന. റാങ്ക് പരിശോധിക്കുമ്പോൾ ട്രയൽ അലോട്ട്മെന്റിലെ ആദ്യ അലോട്ട്മെന്റിലോ കടന്നുകൂടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ
റാങ്ക് നമ്പർ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ടാവും. ഉദാഹരണത്തിന് അപേക്ഷിച്ച സ്കൂളിൽ 50, 60, 65 മാത്രമാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അറിയണമെന്നാകട്ടെ, റാങ്ക് പരിശോധിക്കുമ്പോൾ മുകളിലാണ് റാങ്ക് കാണുമ്പോൾ തനിക്ക് ഈ സ്കൂളിൽ ഒരിക്കലും പ്രവേശനം ലഭിക്കില്ല എന്ന് ആ വിദ്യാർത്ഥിക്ക് തോന്നാം. എന്നാൽ ഈ ആശങ്ക യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം പ്രസ്തുത സ്കൂളിലെ വിഷയ കോമ്പിനേഷൻ ഏതെങ്കിലും ഓപ്ഷനായി നൽകിയിട്ടുള്ള ജില്ലയിലെ എല്ലാ അപേക്ഷകളുടെയും റാങ്കാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അപേക്ഷയിലും ഇതേ സ്കൂളിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലും വരണമെന്നില്ല. അപേക്ഷയുടെ മെറിറ്റ് അനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട അവരുടെ മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് ലഭിക്കും. അതുകൊണ്ട് താഴ്ന്ന റാങ്കുകളും അലോട്ട്മെൻറ്റ് ലഭിക്കാനിടയുണ്ട്. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിലുണ്ടെങ്കിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന വിവരങ്ങൾ, ടൈ ബ്രേക്കിന് ഉപയോഗിക്കുന്ന വിവരങ്ങൾ, അപേക്ഷകന്റെ കാറ്റഗറി മുതലായവ ഉൾപ്പെട്ട അലോട്ട്മെന്റിനെ ബാധിക്കുന്ന ഒന്നും പ്രോസ്പെക്ടസിൽ അവകാശപ്പെട്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളല്ലാതെ അവകാശപ്പെടരുത്. ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെന്റുകൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതിരുന്നാൽ റദ്ദാക്കുകയും വിദ്യാർത്ഥിയുടെ പ്രവേശനം അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ SPC ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SPC ഉണ്ടാവണം, NCC ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NCC ഉണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത്. ട്രയൽ പരിശോധിക്കാനുള്ള സമയപരിധി 2026 ജൂൺ മാസം 10 വൈകിട്ട് 5 മണി വരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിക്കാം. എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ ഉൾപ്പെടുത്തലുകൾ 2026 ജൂൺ 10 വൈകിട്ട് 5 മണിക്കുള്ളിൽ നടത്തി ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. 2026 ജൂൺ 3 വൈകിട്ട് 5 മണിക്കുള്ളിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കുന്ന അപേക്ഷകൾ ഈ അവസരത്തിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തി അപേക്ഷകൾ അന്തിമമായി സമർപ്പിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജൂൺ 3 അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഫൈനൽ കൺഫർമേഷൻ നൽകാതെ പോയ ഏതെങ്കിലും അപേക്ഷകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ ഫൈനൽ കൺഫർമേഷൻ നൽകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കർദ, ഫൗണ്ടർ, സബ്സ്ക്രൈബ് ഫോർ ദി എനിത്തിങ് വാച്ചിങ്. ബൈ.